ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ. അവതരണം സുനീഷ് വിതുര. മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വന്തം ജില്ലയിൽ വൻ വരവേൽപ്പ് ഒരുക്കി. കൊച്ചി പൗരാവലി ഒരുക്കിയ സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. നടന്മാരായ മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും മുഖ്യാതിഥികളായിരുന്നു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക അധ്യക്ഷയായി. ഹൈബി ഈഡൻ MP സ്വാഗതം പറഞ്ഞു. ജില്ലയിലെ മന്ത്രിമാർക്കും MLA-മാർക്കും സ്വീകരണം ഒരുക്കിയിരുന്നു. സാമൂഹിക സാംസ്കാരിക രംഗത്ത് സംസ്ഥാനത്ത് സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ വരുമെന്നും കൊച്ചിയെ അതിനൂതന നഗരമാക്കി വളർത്തുമെന്നും സ്വീകരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ എറണാകുളം ജില്ലാതല പ്രവേശനോത്സവം പേഴയ്ക്കാപ്പള്ളി GHSS-ൽ നടക്കും. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജില്ലയിലെ വിദ്യാലയങ്ങൾ പൂർണ്ണ സജ്ജമാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രവേശനോത്സവ ചടങ്ങിൽ MP-മാർ, MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ ആകെ 984 സ്കൂളുകളാണുള്ളത്. ഇതിൽ 375 സർക്കാർ സ്കൂളുകളും 514 എയ്ഡഡ് സ്കൂളുകളും 95 അൺഎയ്ഡഡ് സ്കൂളുകളും ഉൾപ്പെടുന്നു. സപ്ലൈകോ ആലിൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ട് ബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിർവഹിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിലാണ് സപ്ലൈകോ ഈ വർഷത്തെ നോട്ട് ബുക്കുകൾ പുറത്തിറക്കിയത്. അവയവദാനത്തെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അത് മാറ്റുവാൻ ആലിനിന്റെ ജീവിതകഥ സഹായിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. ആലിനിന്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 14.5 രൂപ മുതൽ 37 രൂപ വരെയാണ് ആലിൻ നോട്ട് ബുക്കുകളുടെ വില. 5 ബുക്കുകളുടെ ഒരു സീരീസായാണ് ചെറിയ കുട്ടികൾക്കായുള്ള നോട്ട് ബുക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. 4 ബുക്കുകളിലായാണ് ഓരോ സീരീസിലെ കഥകളും പൂർത്തീകരിക്കുന്നത്. അത്തരം ഒരു പുതുമയും സപ്ലൈകോ പുറത്തിറക്കുന്ന ആലിൻ ബ്രാൻഡ് നോട്ട് ബുക്കിന് ഉണ്ട്. എറണാകുളം ജില്ലയുടെ ചുമതല വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോണിന്റെ അധ്യക്ഷതയിൽ മഴക്കാല മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗം ചേർന്നു. ദേശീയപാതയിലെ ഇടപ്പള്ളി ജംഗ്ഷൻ മുതൽ ഒബ്രോൺ മാൾ വരെയുള്ള 3 കൾവർട്ടുകൾക്ക് സമീപമുള്ള നിർമ്മാണ അവശിഷ്ടങ്ങൾ ജൂൺ 1 മുമ്പായി അടിയന്തരമായി നീക്കം ചെയ്യാൻ മന്ത്രി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൊച്ചി മെട്രോ റെയിലിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പ്രദേശങ്ങളിലെ ഡ്രെയിനേജുകളുടെയും ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കണമെന്നും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. അമൃത് പദ്ധതിയുടെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ചിട്ടുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർത്ത് അവ സഞ്ചാരയോഗ്യമാക്കണം. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക പറഞ്ഞു. എറണാകുളം ജില്ലയുടെ പുതിയ അസിസ്റ്റന്റ് കളക്ടറായി 2025 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ഹൃതിക് രഞ്ജൻ ചുമതലയേറ്റു. കോർപ്പറേറ്റ് ലോകത്തെ തിളക്കമാർന്ന കരിയറും മുംബൈ IIT-യിലെ എഞ്ചിനീയറിംഗ് ബിരുദവും നൽകിയ അവസരങ്ങൾ മാറ്റിവെച്ചാണ് ഹൃതിക് സിവിൽ സർവീസ് തെരഞ്ഞെടുത്തത്. ബീഹാറിലെ മുസാഫർപൂർ സ്വദേശിയായ ഹൃതിക് മുംബൈ IIT-യിൽ നിന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയതിനു ശേഷം കുറച്ചുനാൾ ഗുഡ്ഗാവിലെ ജാപ്പനീസ് സ്ഥാപനമായ നൊമുറ കൺസൾട്ടിംഗിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. പുതിയ അസിസ്റ്റന്റ് കളക്ടർക്ക് സിവിൽ സ്റ്റേഷനിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.